ഫസ്റ്റ് തന്നെ കണി കാണാൻ വേണ്ടിയിട്ടെല്ലാം റെഡി ആയിക്കോളി. വിഷുവിൻ്റെ അന്നത്തെ വീടില്ല, അപ്പോൾ കണി കണ്ടിട്ട് അങ്ങോട്ട് തുടങ്ങിയാലോ. അങ്ങനെ നിങ്ങളും കണി കണ്ടു, ഞാനും കണി കണ്ടു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം 3:36 അലാറം അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അമ്മയ്ക്ക് നീക്കാൻ വേണ്ടി അലാറം 3:03 അങ്ങനെ എത്ര മണി 15 അങ്ങനെ എന്തിട്ടായപ്പം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വെച്ചതിന് ശേഷം പിന്നെ നിൽക്കാതെ അലാറം അടിക്കലുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ഒരു വേവാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ നീച്ച് വന്നതിൻ്റെ കോലൊക്കെയാണ് കേട്ടോ. അമ്പലത്തിൽ നിന്നൊക്കെ കണി കാണാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വിഷയമായതുകൊണ്ട് തന്നെ രാവിലെ കണി ഉണ്ടെങ്കിൽ പടക്കം പൊട്ടിക്കലുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മേശപ്പൂ കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേശപ്പൂവും തപ്പി പോയതാണ് കേട്ടോ. മേശപ്പൂ ഓൾറെഡി ആ പെട്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പൊട്ടത്തിയിട്ട് ആ പെട്ടിയൊന്നും പൊന്തിച്ച് നോക്കാതെ ഞാൻ വേറുള്ളടത്തൊക്കെ തപ്പി നോക്കിയതായിരുന്നു കേട്ടോ. പിന്നെയാണ് ജസ്റ്റ് പിന്നെ രണ്ടാമത് നോക്കിയപ്പോഴാണ് എനിക്ക് സംഭവം കിട്ടുന്നുണ്ടായിരുന്നത്. പിന്നെ ഇത് വിഷു കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോ വിടുന്നത്. അപ്പം തിരക്കായിരുന്നു. പിന്നെ ഇപ്പോൾ ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ടും കുറേ ആയി ഉണ്ടാവും. ഇനി നമുക്ക് സ്കൂളൊക്കെ തുറക്കട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് പൊളിക്കാം. അങ്ങനെ മേശപ്പൂവൊക്കെ കൊണ്ടുപോയി. പിന്നെ ഞാൻ നേരെ പേപ്പർ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ മോളിക്ക്. അങ്ങനെ ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ മിക്കവാറും വിടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഈ മേശപ്പൂവും കൂടി അങ്ങനെ മേശപ്പൂവും കത്തിച്ച് കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ടാട്ടനെ ഉറക്കപ്പിച്ചാലായതുകൊണ്ട് തന്നെ ടാട്ടൻ എന്താക്കി, ഇപ്പോൾ ഇതൊന്നും കത്തിക്കാൻ വന്നില്ല. പൂത്തിരിയും കാര്യങ്ങളൊന്നും കത്തിക്കാൻ ടാട്ടൻ നിന്നില്ല. ഞാൻ പിന്നെ 2 പൂത്തിരിയൊക്കെ കത്തിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ടാട്ടൻ അപ്പം തന്നെ പോയി കിടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പൂത്തിരിയും കത്തിച്ച് കുറച്ച് നേരം അമ്മേൻ്റെ പരിപാടികളൊക്കെ നോക്കിയൊക്കെയാണ് കേട്ടോ ഞാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ എല്ലാവരും കണ്ടു കാണാത്തവരൊക്കെ പോയി കാണണം. അങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ച് റെഡിയായി. പിന്നെ പിറ്റേ ദിവസമായി ഞാൻ രാവിലെ നീച്ചു. അങ്ങനെ രാവിലെയൊക്കെ നീച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കണി കണ്ടാല സ്ഥലത്ത് പിന്നെയും പോയപ്പോൾ വിളക്കൊക്കെ കെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ച് വന്നു. വിഷുവൊക്കെ അല്ലേ, ഇപ്പോൾ രാവിലെ കുളിക്കണമല്ലോ. അങ്ങനെ കുളിച്ച് വന്നിട്ട് ഇഷ്ട ഡ്രസ്സ് തന്നെയായിരുന്നു ഇട്ടത്. പുതിയ ഡ്രസ്സ് ഇടണമെങ്കിൽ ആദ്യം ഞാൻ ബാത്റൂമിൽ നിന്ന് ഇടാറില്ല കേട്ടോ പുതിയ ഡ്രസ്സൊക്കെ. അങ്ങനെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു അന്ന് പെരുന്നാളിൻ്റെ എന്നിട്ടുണ്ടായിരുന്നില്ല, ആ വിഷുക്കോടിയും കൂടി ആയിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ടാങ്ക് കളിക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് ആദ്യം ഞാൻ പോയത് കേട്ടോ. എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ടാങ്കല്ല, വേറൊരു ലെമണിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതേം കുടുങ്ങി തന്നെ പറയും. ഇതിനത്രയും പുളിയായിരുന്നു. കുറേ ഞാൻ വെള്ളമൊഴിച്ച് കുറേ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടതാക്കി. പിന്നെ കുറച്ചാകുമ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് വെക്കൽ പിന്നെ നിർബന്ധമാണല്ലോ. അങ്ങനെ ഒരു പാക്ക് ഞാൻ മാത്രം പൊട്ടിച്ചിട്ടിട്ടുള്ളൂ. പിന്നെ 2 പാക്ക് ഒരു പാക്കും കൂടി ബാക്കിയുണ്ട്. അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചെടുത്തു. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇത്രയൊക്കെ മതിയാവുമോ എന്നുള്ളത്. 2 പാക്കും പൊട്ടിച്ചിട്ടുണ്ട് വിചാരിച്ചു. ഒരു കുപ്പി ഫുള്ള് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പുളി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കുപ്പി ഇതൊഴിച്ചപ്പോഴാട്ടോ പോയത്. പിന്നെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് മെൽറ്റ് ആവണതില്ലായിരുന്നു. പിന്നെ ഫ്രീസറിൽ വെച്ച് ഇതാക്കിയതായിരുന്നു. ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്കും എൻ്റെ തണുത്തോട്ട് വെച്ചിട്ട് ഈ ചൂടത്ത് ചായ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ വെള്ളമാക്കിയത്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കലക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അതൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ ഇനി പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് കാണാം. അങ്ങനെ ഇതാണ് എൻ്റെ പുതിയ ഡ്രസ്സ് കേട്ടോ. പെരുന്നാളെടുത്ത ഡ്രസ്സാണ്. എൻ്റെ വിഷു ഡ്രസ്സ് ഞാൻ പറഞ്ഞല്ലോ, അതിടാനാണെന്ന് വിചാരിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞു വീട്ടിൽ തന്നെയാണല്ലോ നിൽക്കണം, അപ്പോൾ ഇത് മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിതുപോലത്തെ ഒരു ബ്ലാക്കും കൂടി ഉണ്ടെന്നുള്ളത്. ആ ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ അത്. അങ്ങനെ ഞാൻ ഇതൊക്കെ റെഡിയായി. നല്ല ചുണ്ടേരി ആയിട്ടുണ്ട്. ചുണ്ടേരി ആയാൽ നിങ്ങൾ പറയാം.
അങ്ങനെ അതൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് വരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ നല്ല വിഷു സദ്യ കഴിക്കുക ഒരു അടിപൊളിയാണല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ബളബള പറയുന്നുണ്ട്, പക്ഷേ വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ എന്തൊക്കെ പറയണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ഓലൊക്കെ വരാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തി. ഇത് ഷഫാന, അത് എൻ്റെ ബെസ്റ്റിൻ്റെ അനിയത്തി, മറ്റ് ഫല്ല, ഇത് മിൻഹ, ഇത് അനുപമ, ഇത് എൻ്റെ ബെസ്റ്റ് കേട്ടോ, ഇത് നൗറീന്. ഞങ്ങളത് ഇത്രയൊരു ഇതാണ്. ഇനിയും ഒരു 3-4 ആൾക്കാരുണ്ട്. ഇതെൻ്റെ ബെസ്റ്റീൻ്റെ അനിയത്തിയാണ്, അവളെ പേര് പൊന്നുട്ടി എന്നാണ് കേട്ടോ. വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് അതാണ്. പിന്നെ ഞാനും ബെസ്റ്റും ഓളെ അനിയത്തിയും കൊണ്ട് കണ്ണടയൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തു. ആ കണ്ണട ഇട്ടിരിക്കുന്നതാണ് എൻ്റെ ബെസ്റ്റി. പിന്നെ വൈകുന്നേരം ആയോലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചിട്ട് ഓല് പോയിട്ടും. അപ്പോൾ എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ എൻ്റെ ചെറിയൊരു കുഞ്ഞികവയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആൻറ്റീൻ്റെ മോളെ കുട്ടിയാണ്. അങ്ങനെ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോകാനുള്ള റെഡി നിൽക്കായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ കൊണ്ടോട്ടി അവിടെയാണ് കേട്ടോ അതുള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോയോണ്ട് നിൽക്കായിരുന്നു. അങ്ങനെ പോയി ഏകദേശം കൊണ്ടോട്ടി അവിടെ എത്തിയപ്പോഴാണ് വീഡിയോൻ്റെ കാര്യം തന്നെ ഞാൻ ഓർത്തുണ്ടായിരുന്നത് കേട്ടോ. അതാണ് പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയോണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ എനിക്ക് എന്താ വെച്ചാൽ ഇവിടേക്ക് പോകണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ പൂട്ടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വീഡിയോസ് അധികം വരില്ല എന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നിൽക്കാൻ പോകണം എന്നൊരു ഇതിനുണ്ട്, ഉദ്ദേശമുണ്ട്. ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടേക്ക് എൻ്റെ എല്ലാ കുടുംബക്കാരല്ല ഓലടുത്ത് എല്ലാവരും വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് 5:39 ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പം തന്നെ ഏകദേശം ഒരു 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. അപ്പം നിങ്ങൾ വിഷുവിന് എങ്ങോട്ടേക്ക് പോയത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു പള്ളി ഉണ്ടോ, നല്ല രസമില്ല കാണാൻ. അങ്ങനെ ആ പള്ളിയും കുറച്ചൊക്കെ നോക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു കൊട്ടാരം കണ്ടോ, ഇതിൻ്റെ പേര് പുളിക്കൽ ഹൗസ് എന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. പുളിക്കൽ എന്നാണ് ഫസ്റ്റ്, അത് എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഇത് വലിയൊരു കൊട്ടാരമാണ്. ഇതിൻ്റെ ഒരു ഫാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എന്തൊക്കെ ഒരു കഥയായിരുന്നു അതിൻ്റെ അതൊക്കെ. അങ്ങനെ ആൻറ്റീൻ്റെ അടുത്ത് ഇങ്ങനെ പോയോണ്ടൊക്കെയായിരുന്നു ഞങ്ങൾ. ഇതിലായിട്ട് ഇവിടെ ഞങ്ങൾ എത്തിയില്ല. ഇവിടെയൊക്കെ ഞാൻ സ്പീഡ് കൊടുക്കണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അത് സ്പീഡ് കൊടുക്കുമ്പോൾ ഞാൻ അത്രയും കൊടുത്ത വോയിസൊക്കെ എത്രയോ മുന്നിൽ പോവുക കേട്ടോ. അവിടെ കാണുന്നതാണ് എൻ്റെ ആൻറ്റീൻ്റെ വീട് ഗൈസ്. ആൻറ്റീൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കുഞ്ഞാവാണ് കേട്ടോ ഇത്. അങ്ങനെ ഓലെ വീട്ടിലൊക്കെ പോയി ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഇങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി മേലും കേകി ഡ്രസ്സ് മാറ്റി ഞാനിങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് അത്രയും ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആൻറ്റീനോടെ പോയി വന്നൊരു സന്തോഷം പോലെ എൻ്റെ മുഖത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കഥയാണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഈ കൈ കണ്ടോ, ഇത് ഞാൻ മേശപ്പൂ ലൈറ്റർ വെച്ച് കത്തിച്ചതാണ് ഈ കാണുന്നത്. ആരും ഇതിൽ മേശപ്പൂ ലൈറ്റർ വെച്ചിട്ട് ഒരിക്കലും കത്തിക്കാൻ പോകരുത്. ഇതുപോലെ ആവും കൈയിൻ്റെ അവസ്ഥ. ഫസ്റ്റ് ഞാൻ കത്തിച്ചപ്പോൾ തിരി മാത്രം കത്തി. പിന്നെ രണ്ടാമതോടെ കത്തിച്ചപ്പോൾ ഇത് മോളിക്കോട്ട് പൊന്തിയപ്പോൾ എൻ്റെ കൈ കുരുതിരുമായി ഇതായിപ്പോയി. എന്താ പറയുക, വെന്തു പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൈയിൻ്റെ കളർ ഇന്നത്തേക്കൊക്കെ ഭയങ്കര ബ്ലാക്ക് കളറായി മാറിയിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വേദനയോട് ഇന്നത്തെ വിഷു വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.